പ്രിയ ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വിചിന്തന വിഷയം. ഇരുളിന്റെ മറവിൽ യേശുവിനെ തേടിയെത്തിയ നിക്കോദേമോസിനോട് സ്വർഗരാജ്യ പ്രവേശനത്തിന് ആത്മാവിനാൽ വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാംസത്തിൽ നിന്നുള്ള ജനനം ഭൗതികമാണെങ്കിൽ ആത്മാവിൽ നിന്നുള്ള ജനനം നമ്മെ ദൈവത്തിന്റെ പ്രിയ പുത്രരായി പുത്രിമാരായി രൂപാന്തരപ്പെടുത്തുന്നു. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം രഹസ്യാത്മകവും എന്നാൽ അതീവ ശക്തവുമാണ്. നമ്മുടെ ജീവിതത്തിലെ പഴയ ശീലങ്ങളെയും തഴക്കദോഷങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് ഈ പുതിയ ജനനം നമ്മിൽ സംഭവിക്കുന്നത്. ജലത്താലും ആത്മാവിനാലുമുള്ള ഈ നവീകരണം നമ്മുടെ ആത്മീയ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ലൗകികമായ അറിവുകൾക്കപ്പുറം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ജ്ഞാനത്തിനായി നാം ദാഹിക്കേണ്ടതുണ്ട്. നിക്കോദേമോസിനെ പോലെ സത്യം അന്വേഷിക്കുന്ന ഏവർക്കും ക്രിസ്തു നൽകുന്ന ഉത്തരം പ്രത്യാശയുടെയും പുതുജീവന്റെയുമാണ്. നമ്മുടെ ഹൃദയവാതിലുകൾ പരിശുദ്ധാത്മാവിനായി തുറന്നു കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ വിസ്മയകരമായ രീതിയിൽ നയിക്കാൻ തുടങ്ങും. ഓരോ ദിവസവും ആത്മാവിന്റെ ചലനങ്ങൾക്ക് കാതോർത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാൻ ഈ സുവിശേഷ ഭാഗം നമുക്ക് പ്രചോദനമാകട്ടെ. ആത്മീയമായ ഈ പുനർജന്മത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സന്തോഷം ഭൂമിയിൽ തന്നെ അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.